കുടുംബ പ്രാർത്ഥനയില്ലാത്ത ഒരാളും ഈ സംഘടനയ്ക്ക് വേണ്ട. അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കാത്ത ഒരാളെയും ഈ സംഘടനയ്ക്ക് വേണ്ട. ഇത്ര ധൈര്യമായി രണ്ട് കാര്യങ്ങൾ ഉദ്ഘോഷിക്കുവാൻ കേരളത്തിൽ എത്ര സംഘടനകൾ മുന്നോട്ട് വന്നു, എത്ര സംഘടനകൾക്ക് കഴിയും എന്ന് ഞാൻ ചോദിക്കട്ടെ. നല്ല പ്രായത്തോളം ഭൂമിയിലിരിപ്പാൻ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രമാണങ്ങളിൽ ഒന്ന്, 10 പ്രമാണങ്ങളൊന്ന്. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന ഈ സംഘടന 15 വർഷമല്ല, ആയുസ് മുഴുവൻ അനശ്വര പ്രതിഭാസമായി ഇത് നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നല്ല പ്രായത്തോളം ഭൂമിയിൽ വസിക്കാനും സേവിക്കാനും ഈ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അഭിമന്യ സൂസാപ്പാക്യം തിരുമേനിയുടെയും കല്ലറയ്ക്കൽ തിരുമേനിയുടെയും വാക്കുകൾ വളരെ സശ്രദ്ധം ഞാൻ ശ്രമിക്കുകയുണ്ടായി. എത്ര മൂർച്ചയുള്ള വാക്കുകളാണ്, എത്ര വലിയ സന്ദേശങ്ങളാണ്. സാമൂഹ്യ പരിഷ്കരണം ഉദ്ദേശിച്ചുകൊണ്ട്, സമുദായ ശാക്തീകരണം ഉദ്ദേശിച്ചുകൊണ്ട് അവർ നടത്തിയ സന്ദേശം അത് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം. ഗവൺമെന്റിനും സമുദായാംഗങ്ങൾക്കുമെല്ലാം ഇക്കാര്യങ്ങൾ ഓരോ ചുമതലകളുണ്ട്. ആ ചുമതലകൾ അവരവരെ നിർവഹിക്കേണ്ടതാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിനിധി ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇവിടെ വരുന്നുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് തർക്കമില്ലാത്തൊരു വിഷയം പറയട്ടെ. കേരളത്തിലെ സാമ്പത്തികമായി സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന സംഘടനാ സമുദായങ്ങൾ അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ മെയിൻ അജണ്ട എന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. അതിനുവേണ്ടി പ്രത്യേകിച്ച് 20 ലക്ഷത്തോളം അംഗങ്ങളുള്ള ലത്തീൻ സമുദായത്തെ അവഗണിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ലത്തീൻ സമുദായത്തിലെ അംഗങ്ങൾ വാസ്തവത്തിൽ എത്രയോ വലിയ സേവനമാണ് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും നൽകുന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഞാൻ പറയട്ടെ. സ്റ്റാൻലിയോട് ഒരു വാക്ക്, നല്ല ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ഈ പ്രോഗ്രാം വായിച്ചു നോക്കി, എനിക്ക് തന്ന നോട്ടീസ് വായിച്ചു നോക്കി. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥന മാത്രമല്ല. മനുഷ്യന് ആത്മീയതയുമുണ്ട്, ഭൗതികതയുമുണ്ട്. മനസ്സും ശരീരവും രണ്ടല്ല, ആത്മീയതയും ഭൗതികതയും രണ്ടല്ല. നമ്മുടെ പോപ്പുലാരും പ്രോഗ്രസീവും ജനതയുടെ പുരോഗതി സഭയുടെ ഏറ്റവും വലിയ ദൗത്യമായി ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സഭ ജനതയുടെ പുരോഗതിയും ഏറ്റവും പ്രധാനം. ആത്മീയത മാത്രമല്ല, ജനതയുടെ പുരോഗതി അതുപോലെ തന്നെ ആത്മീയതയും അതുപോലെ തന്നെ ഭൗതികമായ വിമോചനവും ഒരുമിച്ച് കൊണ്ടുപോവുക. എല്ലാം സമ്പൂർണ്ണ വിമോചനം, വ്യക്തിയുടെ സമ്പൂർണ്ണ വിമോചനമാണ് സഭയുടെ ലക്ഷ്യം. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ സമ്പൂർണ്ണ വിമോചനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റിയും പ്രവർത്തിക്കുന്നത് എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ലഘുസമ്പാദ്യം അതുപോലെ തന്നെ ഈ മൈക്രോ സേവിങ്സ്, മൈക്രോ എന്റർപ്രൈസ് വ്യവസായങ്ങൾ ആരംഭിക്കുക. ഇത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി ഞാൻ കാണുന്നു. ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്ക് പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങൾക്ക് സാമ്പത്തികമായി ഉയരണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് മാത്രമല്ല, ഗവൺമെന്റിന്റെ സ്ഥായിയായ പ്രവർത്തനങ്ങൾ വേണം, സ്ഥായിയായ പിൻബലം വേണം, പിന്തുണ വേണം, പ്രോത്സാഹനം വേണം. അതോടൊപ്പം ആ സമൂഹത്തിൽ നിന്ന് ഒരു സമൂഹത്തിലൊരു പുതിയ മാറ്റമുണ്ടാകണം. നമ്മുടെ ആളുകളെല്ലാം ലഘുസമ്പാദ്യം, ആ സമ്പാദ്യ ശീലം നമ്മുടെ സമുദായ അംഗങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ, കുടുംബിനികളിൽ, അതുപോലെ തന്നെ പുരുഷന്മാർ എത്രയോ ഇവിടെ മദ്യപാനത്തെ പറ്റി പറഞ്ഞു. കിട്ടുന്ന രൂപ മുഴുവൻ കള്ളുഷാപ്പിലും മദ്യഷാപ്പിലുമായി കൊടുത്ത് തീർക്കുന്ന ആളുകളുണ്ട്. അപ്പൊ മദ്യവിപത്തിനെതിരെ ഉള്ള ബോധവൽക്കരണം, സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം, മൈക്രോ ക്രെഡിറ്റ് സ്വരൂപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം, അതുപോലെ തന്നെ പുതിയ പുതിയ എന്റർപ്രൈസസ് രൂപം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം, ഇതെല്ലാം ഈ സമുദായ സംഘടന നടത്താൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ നടത്തുന്നു എന്ന് കാണുന്നതിൽ ഞങ്ങൾക്കെല്ലാം വലിയൊരു അഭിമാനമുണ്ട്. ഈ നിലയിൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്റർപ്രൈനറിയൽ സൊസൈറ്റിയാ, സ്വയം സംരംഭങ്ങൾ,